ഫ്രണ്ട്സ്, അവിടെ മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. ഇന്നൊരു കിച്ചൺ ക്ലീനിങ് വീഡിയോ ആണ്. എൻ്റെ കിച്ചൺ വളരെ ചെറിയൊരു കിച്ചണാണ്. അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഈ ഒരു റാക്ക് ഞാൻ മീഷോ എന്നാണ് വാങ്ങിയത്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്ലാബിലാണ് ഇത് വെച്ചേക്കണത്. അത് വീക്ക്ലി വൺസ് ഇങ്ങനെ ക്ലീൻ ചെയ്യും ഞാൻ. ഫാനുണ്ട്, ടേബിൾ ഫാൻ. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയാണ് ശരിക്കും അത് വാങ്ങിയത്. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി പൊടി ഐറ്റംസൊക്കെ ഇങ്ങനെ വെക്കാം. പിന്നെ ഓരോ സാധനം ഞാൻ ക്ലീൻ ചെയ്യുമ്പോഴും അതിൻ്റെ മുകളിലത്തെ പൊടി കുപ്പികളൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് തിരിച്ച് വെക്കണത്. ഇതൊരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും ഫുള്ള് മൂടിയിലൊക്കെ ഉള്ള അഴുക്കൊക്കെ ഞാൻ കളഞ്ഞിട്ട് തിരിച്ച് വെക്കുള്ളൂ. വീക്ക്ലി വൺസാണ് ഇങ്ങനെ എല്ലാം എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യണത്. അല്ലെങ്കിൽ ജസ്റ്റ് ഓടിച്ചിട്ട് ക്ലീൻ ചെയ്യണ മാത്രമേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും ഒരു സൈഡിൽ മാറ്റിയിട്ട് അവിടെ ക്ലീൻ ചെയ്യും. പിന്നെ സാധനങ്ങൾ ആ സൈഡിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ വെക്കും. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്യണത്. ഗ്യാസ് സ്റ്റവൊക്കെ ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യണമെങ്കിലും എന്തെങ്കിലുമൊക്കെ അഴുക്കായിരിക്കും അതിൽ. പിന്നെ ഗ്യാസ് സ്റ്റവിൻ്റെ ഈ സൈഡിലായിട്ട് കുറച്ച് ഇങ്ങനെ സാധനങ്ങൾ വെക്കാനുള്ള ഷെൽഫ് പോലെ ഉണ്ട്. അത് ഈ വാർത്തെടുത്തങ്ങനെയാണ്. അപ്പം ഞാൻ വീക്ക്ലി വൺസ് ഇതുപോലെ എല്ലാ സാധനങ്ങളും മാറ്റി ക്ലീൻ ചെയ്തിട്ട് സാധനങ്ങൾക്ക് ഇതുപോലെ തിരിച്ചു വെക്കും. എല്ലാ ദിവസവും ചെയ്യാറില്ല, വീക്ക്ലി വൺസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ എന്തായാലും പൊടി ഉണ്ടാവും. ഈ ഭാഗത്തൊക്കെ നല്ല പൊടിയാണ്. അപ്പോൾ ഇങ്ങനെ പൊടിയുള്ളതുകൊണ്ട് ഞാൻ എല്ലാ സാധനവും മാറ്റിയിട്ട് പിന്നെ മാറാമ്പൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്തിട്ട് സാധനമൊക്കെ അതുപോലെ തന്നെ തിരിച്ചു വെക്കും. നിങ്ങളൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണത്? എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്യണതാണേ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഞാൻ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ പൊടിയൊക്കെ വീണുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ കഴുകാനുള്ള ബർണർ അതൊക്കെ കഴുകി വെച്ചിട്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്ത് ഞാൻ സെറ്റാക്കണതാണ്. ഇനിയിപ്പോൾ സിങ്കിൻ്റെ ആ സൈഡാണുള്ളത്. ഈ പാത്രം കഴുകണ ബാസ്ക്കറ്റൊക്കെ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ സ്ക്രബ്ബറൊക്കെ ഇട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വെക്കും. അല്ലെങ്കിൽ അതിലൊക്കെ അഴുക്കുണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എല്ലാം ഓടിച്ചിട്ട് ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ സിങ്ക് ക്ലീൻ ചെയ്യണത്. സിങ്കിൻ്റെ സൈഡിലൊക്കെ എങ്ങനെയായാലും അഴുക്കുണ്ടാവും. അത് നമ്മൾ ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ പോലും അവിടെയൊക്കെ അഴുക്കുണ്ടാവും. അപ്പോൾ എങ്ങനെയായാലും വാഷ് ചെയ്തെടുക്കേണ്ടി വരും. സിങ്ക് കൂടി കഴിക്കഴിഞ്ഞാൽ അത്യാവശ്യം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഇതാണ് എൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ്. കുറച്ച് സാധനങ്ങളൊക്കെ സ്ലാബിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് മാറ്റണം. ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചപ്പോൾ അങ്ങനെ വെച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.